നമസ്കാരം, വിനോദാണ്. ഞാനിപ്പോൾ ഉള്ളത് മണത്തണയുള്ളത്. മണത്തണ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ധ്യാന മണ്ഡപമുണ്ട്. കന്യാകുമാരിയിലെ ധ്യാന മണ്ഡപം പോലെ നിർമ്മിച്ചൊരു സംഭവമാണിത്. കന്യാകുമാരി പോയിട്ടുണ്ടോ? വിവേകാനന്ദൻ കടലിൽ നീന്തി കിടന്ന് അക്കരെ എത്തിയ ആ പാറയില്ലേ, അവിടെ ഒരു ധ്യാന മണ്ഡപമുണ്ട്. അതേ മാതൃകയിൽ ആണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് മണ്ഡപം. മണ്ഡപത്തിൻ്റെ മീറ്റിംഗ് ഹാളായത്. ധ്യാന മണ്ഡപം താഴെയാണ്. ഇതാണ് മണ്ഡപത്തിൻ്റെ ഇതിൻ്റെ പേര് ശാന്തി കവാടം എന്നാണ്. ശാന്തി കവാടം. ഞാൻ വീഡിയോ പിടിക്കണ്ടേ. ധ്യാന മണ്ഡപം. അപ്പോഴും നമ്മൾ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറലാണ്. ഉള്ളിൽ നിന്ന് പിടിക്കില്ല, ഉള്ളിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞത്. അതുകൊണ്ട് പുറത്തുനിന്ന് കാണിക്കാം. എൻ്റെ സൈഡ് വരെ പോകാം. ഇതെന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടുള്ള സംഭവം കേട്ടോ. കാരണം അടിയിലുള്ളത്, മണ്ണിനടിയിലുള്ളത് ധ്യാന മണ്ഡപം. അപ്പം ആൾക്കാർ വരിക, 10 മിനിറ്റ് നമ്മൾ ധ്യാനം ചെയ്യുക, മനസ്സിനൊക്കെ ഒരു സമാധാനം കിട്ടട്ടെ. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇതാണ് ഉൾവശം. ഇരുട്ടാണ്. ഓംകാരം ശ്രദ്ധിച്ച് ഓംകാരം കേൾക്കാം. ഇതാണ് അമ്പലക്കുളം കേട്ടോ. ശരിക്കും 1/2 ഏക്കർ സ്ഥലത്തുണ്ട് കുളം. അപ്പോൾ ഞങ്ങൾ ധ്യാനമൊക്കെ കഴിഞ്ഞു. ഇതിനകത്ത് നിന്ന് മെല്ലെ ഇറങ്ങി. ഞാനും ഷാജിയും കൂടി ഇറങ്ങിയതാ. ഷാജി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് നമ്മൾ ധ്യാനിക്കുക. നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം ക്ലിയർ ആവും. അതുകൊണ്ട് ഇവിടെ വരിക, ധ്യാനിക്കുക. അപ്പോൾ ഞങ്ങൾ മെല്ലെ പോവാണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവം കേട്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ധ്യാന മണ്ഡപം പണിതത്.